നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മരണം ഉയർത്തുന്നത് നൂറ് ചോദ്യങ്ങളാണ്. ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങൾ അമ്മ അഖില എന്ന സ്ത്രീയുടെ ഹൃദയമില്ലായ്മയിലേക്ക് വിരൽ ചൂണ്ടുന്നു. രണ്ടാം ഭർത്താവ് അഷ്കർ 1.5 വയസ്സുകാരനോട് കാണിച്ച ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഖിലയും അഷ്കറും കുഞ്ഞിനെ ഒഴിവാക്കാൻ മാസങ്ങളായി പദ്ധതിയിട്ടിരുന്നു. പലതവണ അപായപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ആ കുരുന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. കുഞ്ഞിന്റെ കരച്ചിൽ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരികെയായിരുന്നു പീഡന പരമ്പര. പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ 91 മുറിവുകൾ ഉള്ളതായും വാരിയലിൽ 7 പൊട്ടലുകൾ ഉള്ളതായും കണ്ടെത്തി. സ്വന്തം ചോരയെ നിഷ്കരുണം പീഡിപ്പിക്കുമ്പോഴും അഖില എന്ന നിഷ്ഠൂരയായ അമ്മ ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഭർത്താവുമൊത്തുള്ള സ്വൈര്യ വിഹാരത്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അഷ്കർ ഒരു കൊടും ക്രിമിനലാണ് എന്നതിനും തെളിവുകൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നു. ആദ്യ ഭാര്യ ആമിന നേരിട്ടത് കൊടും പീഡനം. ആമിനയുടെ സഹോദരന്റെ മരണം, അതിലും അഷ്കറിന്റെ കൈകൾ ഉണ്ടെന്ന സംശയം ഉയരുന്നു. ഇതുകൂടാതെ അഷ്കറുമായി നേരത്തെ വിവാഹം നിശ്ചയിച്ചിരുന്ന യുവതി ആത്മഹത്യ ചെയ്തതെന്തിന് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ആ മരണത്തിലും അഷ്കർ എന്ന നരാധമന്റെ കൈകളുണ്ടോ? എല്ലാം ഇനി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. അഖിലയും അഷ്കറും ഇനി പുറം ലോകം കാണരുത്. രണ്ടാൾക്കും തൂക്കുകയർ തന്നെ കിട്ടേണ്ടതാണ്. ഇനി പറയാനുള്ളത് സമൂഹത്തിലെ ഓരോ സ്ത്രീയോടുമാണ്. ഗർഭം ധരിക്കുന്നതിന് മുന്നേ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്താൻ കഴിയുമോ എന്ന് ചിന്തിക്കുക. അതിന് കഴിയില്ലെങ്കിൽ ഗർഭം ധരിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ തേടുക. ഗർഭിണിയായ ശേഷം കുട്ടി ഒരു ബാധ്യതയായി കാണുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. എത്രയോ സ്ത്രീകൾ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹവുമായി നമുക്കിടയിലുണ്ട്. പക്ഷേ അവർക്ക് പല കാരണങ്ങളാൽ ഗർഭം ധരിക്കാനാകുന്നില്ല. അവിഹിത ഗർഭം വഴിയുള്ള കുഞ്ഞിനെ ഒഴിവാക്കാൻ അമ്മ ശ്രമിക്കുന്ന വാർത്തയും കുറവല്ല. ഈ അടുത്ത് നവജാത ശിശുവിനെ ജനാലയിലൂടെ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്താൻ നോക്കിയില്ലേ? അമ്മയ്ക്ക് വേണ്ടാത്ത ആ കുരുന്നും നാളെയുടെ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിലുണ്ട്. നെടുമങ്ങാട് കൊല ചെയ്യപ്പെട്ട അർഷദ് എന്ന 1.5 വയസ്സുകാരന്റെ നിഷ്കളങ്കമായ ആ മുഖം ഓരോ മനസ്സിലും നീറ്റലായി അവശേഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള ടുഡേ.